ഒരു ചോദ്യം. ഫെറാരിയയ്ക്ക് ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ബയേഴ്സ് ഉണ്ട്. അപ്പോൾ മറ്റു കമ്പനികളെ പോലെ ദിവസം ആയിരക്കണക്കിന് കാർസ് ഉണ്ടാക്കി വിറ്റാൽ ഇനിയും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമായിരുന്നില്ലേ? പക്ഷേ ഫെറാരി അങ്ങനെ ചെയ്യുന്നില്ല. കാരണം അവർ കാർസ് മാത്രം വിൽക്കുന്ന കമ്പനിയല്ല, ഒരു സ്വപ്നമാണ് അവർ വിൽക്കുന്നത്. സ്കാർസിറ്റി സ്ട്രാറ്റജി. ഫെറാരിയുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി സ്കാർസിറ്റി. ഡിമാൻഡ് എത്രയുണ്ടെങ്കിലും പ്രൊഡക്ഷൻ മനഃപൂർവ്വം കുറവായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഫെറാരി വാങ്ങാൻ കഴിയില്ല. ചില മോഡൽസ് വാങ്ങാൻ വർഷങ്ങളോളം വെയിറ്റിംഗ് ലിസ്റ്റുണ്ട്. ഇത് കേൾക്കുമ്പോൾ നഷ്ടം പോലെ തോന്നാം, പക്ഷേ അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രോഫിറ്റ് സ്ട്രാറ്റജി. ഒരു കാര്യം ചിന്തിക്കൂ, റോഡിൽ ഓരോ മൂലയിലും ഫെറാരി കണ്ടാൽ അതിനുള്ള എക്സൈറ്റ്മെൻറ്റ് അതേപോലെ ഉണ്ടാകുമോ? ഇല്ല. കാരണം റെയർ ആയതുകൊണ്ടാണ് ആളുകൾ അതിനെ കൂടുതൽ ആഗ്രഹിക്കുന്നത്. സൈക്കോളജിയിൽ ഇതിനെ സ്കാർസിറ്റി ഇഫക്റ്റ് എന്ന് പറയുന്നു. കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾക്ക് ആളുകൾ കൂടുതൽ വില കൊടുക്കാൻ തയ്യാറാകും. ബ്രാൻഡ് വാല്യൂ. ഫെറാരിയുടെ യഥാർത്ഥ ശക്തി എഞ്ചിനല്ല, ബ്രാൻഡാണ്. ഒരു ഫെറാരി വാങ്ങുമ്പോൾ ആൾ ഒരു കാർ മാത്രം വാങ്ങുന്നില്ല. ഒരു സ്റ്റാറ്റസ്, ഒരു ഡ്രീം, ഒരു ഐഡൻറ്റിറ്റി, അതൊക്കെയാണ് വാങ്ങുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡ് ഹാൻഡ് ഫെറാരികൾ പോലും വലിയ വിലയ്ക്ക് വിറ്റുപോകുന്നത്. ബിസിനസ് ലെസൺ. ഈ സ്റ്റോറി നമ്മളെ ഒരു വലിയ ബിസിനസ് ലെസൺ പഠിപ്പിക്കുന്നു. കൂടുതൽ വിൽക്കുന്നതല്ല എപ്പോഴും വലിയ വിജയം. ചിലപ്പോൾ ക്വാളിറ്റി, ബ്രാൻഡ് വാല്യൂ, സ്കാർസിറ്റി ഇവയാണ് പ്രോഫിറ്റ് കൂട്ടുന്നത്. അടുത്ത തവണ ഒരു ഫെറാറി കണ്ടാൽ അത് വെറും കാറാണെന്ന് കരുതരുത്. അത് സൈക്കോളജി, ബ്രാൻഡിംഗ്, ബിസിനസ് സ്ട്രാറ്റജി ഇവയുടെ ഒരു മികച്ച ഉദാഹരണമാണ്. ഇതുപോലുള്ള ബിസിനസ് കേസ് സ്റ്റഡീസ്, ഫിനാൻസ്, മണി സൈക്കോളജി, മാർക്കറ്റിംഗ് ഇവയെക്കുറിച്ചുള്ള വ്യത്യസ്തമായ മലയാളം വീഡിയോകൾക്കായി വെൽത്തിഫൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്ത് അടുത്തതായി ഏത് കമ്പനിയുടെ ബിസിനസ് കേസ് സ്റ്റഡി വേണമെന്ന് പറയൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു ലോകപ്രശസ്ത കമ്പനിയുടെ ബിസിനസ് സീക്രറ്റുമായി കാണാം. നന്ദി.